എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പക്കോടയാണ്. ബ്രെഡ് പക്കോട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചട്നി ഉണ്ടാക്കണം. ചട്നി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണം. ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്: ചട്നി, ബാറ്റർ, ഫില്ലിംഗ്. അപ്പൊ നമുക്ക് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, നാരങ്ങ, പുതിനയില ആൻഡ് കൊറിയാണ്ടർ ലീവ്സ്, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ആൻഡ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ അതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് നല്ല പേസ്റ്റ് ആക്കി ഇതുപോലത്തെ കളറുള്ള ചട്നി നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ചട്നി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് കടലമാവ്. കടലമാവിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് സോൾട്ട്, ഉപ്പ്, അതിനുശേഷം കുറച്ച് കോൺഫ്ലവറിന്റെ കൂടെ കുറച്ച് മൈദയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിന് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി കോൺഫ്ലവറും മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് ബാറ്ററാക്കി വേണം നമുക്ക് എടുക്കാൻ. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള അടിപൊളി ബാറ്റർ ഉണ്ടാക്കി എടുക്കണം. ആ ബാറ്റർ വെച്ചിട്ടാണ് ഇനി നമ്മൾ ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെക്കുക. പാനിലേക്ക് എണ്ണ ചൂടാക്കുക. അതിലേക്ക് കടുക്, ഉണക്കമുളക്, ഉള്ളി, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ കറിവേപ്പിലയുടെ സ്മെല്ലും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ബോയിൽ വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. 1 കിലോ ഉരുളക്കിഴങ്ങ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബോയിൽ ചെയ്തു, അതിൻ്റെ തൊലി കളഞ്ഞു. അതിനുശേഷം നമ്മളത് മാഷ് ചെയ്തെടുക്കുക. മാഷ് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് മാഷ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ മാഷ് ചെയ്ത് നമ്മുടെ ഫില്ലിങ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫില്ലിങ് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. വളരെ ഒരു ചെറിയ ലെയറായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം അടുത്ത ഒരു ബ്രെഡ് എടുത്ത് അതിന് മുകളിൽ വെച്ച് ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ടോ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബാറ്ററിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒത്തിരി ഹീറ്റായി പോകരുത് ഓയില്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റർ പെട്ടെന്ന് കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഓയിൽ ഹീറ്റായി പോകരുത്. ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് നമ്മൾ ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബ്രെഡ് പക്കോട ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് പക്കോട റെഡിയായി. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചട്നിയുടെ കൂടെ സെർവ് ചെയ്യുക. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.